രാജ്യത്തെ നടുക്കിയാണ് കഴിഞ്ഞ ദിവസം ഭീകരർ നിരപരാധികളായ കുറച്ചധികം ആളുകളുടെ മുന്നിലേക്ക് നിറയൊഴിച്ചത്. ഇതിനിടെയാണ് സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് വിനോദസഞ്ചാരികളുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി സയ്യിദ് ആദിൽ ഹുസൈൻ ഷായ്ക്ക് ജീവൻ നഷ്ടമാകേണ്ടി വന്നത്. വിനോദസഞ്ചാരികളെ കുതിരപ്പുറത്തെത്തിക്കുന്ന ജോലിയാണ് സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ ചെയ്തു വന്നിരുന്നത്. ഇങ്ങനെ കുതിരപ്പുറത്ത് പഹൽഗാമിൽ വിനോദസഞ്ചാരികളുമായി പോകവെയാണ് ഭീകരർ ആക്രമണം നടത്തിയത്. കുതിരപ്പുറത്തുണ്ടായിരുന്ന വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ തോക്കു ചൂണ്ടി നിറയൊഴിച്ചപ്പോൾ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ സാധാരണക്കാര് നിലകൊണ്ടു. അതും അവരിൽ നിന്നും തോക്ക് തട്ടിപ്പറിച്ചുകൊണ്ട് തിരിച്ചടിക്ക് ഒരുങ്ങവെയാണ് സയ്യിദ് ആദിൽ ഹുസൈൻ ഷായ്ക്ക് നേരെ ഭീകരർ നിറയൊഴിക്കുന്നത്. മുസ്ലിങ്ങളല്ലാത്തവരെ തിരഞ്ഞുപിടിച്ച് ഭീകരർ വെടിവെച്ച് കൊല്ലുന്നതിനിടെയാണ് തന്റെ കുതിരപ്പുറത്തുണ്ടായിരുന്ന വിനോദസഞ്ചാരിയെ രക്ഷിക്കാൻ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ ശ്രമം നടത്തിയത്. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഏക പ്രദേശ നിവാസി സയ്യിദ് ആദിൽ ഹുസൈൻ ഷായാണ്. കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ. വലിയൊരു ആൾക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും ഭീകരോട് ഏറ്റുമുട്ടുന്നതിന് വേണ്ടി ധീരത കാണിച്ചതും ഹുസൈൻ ഷാ മാത്രമായിരുന്നു. എൻ്റെ മകൻ ഇന്നലെ പഹൽഗാമിൽ ജോലിക്ക് പോയിരുന്നു. ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയാണ് ആക്രമണത്തെക്കുറിച്ച് ഞങ്ങൾ അറിയുന്നത്. ഞങ്ങൾ അവനെ വിളിച്ചു, പക്ഷേ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നീട് വൈകുന്നേരം 4:40 അവൻ്റെ ഫോൺ ഓണായി, പക്ഷേ ആരും മറുപടി നൽകിയില്ല. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി. അപ്പോഴാണ് ആക്രമണത്തിൽ അയാൾക്ക് വെടിയേറ്റതായി ഞങ്ങൾ അറിയുന്നത്. ഉത്തരവാദികളായവർ ആരായാലും അതിൻ്റെ അനന്തരഫലങ്ങൾ അവർ നേരിടേണ്ടി വരും എന്ന് അദ്ദേഹത്തിൻ്റെ പിതാവ് സയ്യിദ് ഹൈദർ ഷാ വ്യക്തമാക്കിയിട്ടുണ്ട്. കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ, പഹൽഗാമിലെ കുതിര സവാരിക്കാരൻ. പ്രദേശത്തെ ഭീകരാക്രമണ വിവരമറിഞ്ഞ് പിതാവ് ഹൈദർ ഷാ ഉച്ചയ്ക്ക് 3 മണിക്ക് ആദിലിന്റെ ഫോണിൽ വിളിച്ചു നോക്കിയിരുന്നു. സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. ആദ്യ കയറിയ അദ്ദേഹം പലവട്ടം വിളിച്ചിട്ടും പ്രതികരണം ഉണ്ടായില്ല. വൈകിട്ട് 4:30 ആയതോടെ ഫോൺ ഓണായി, പക്ഷേ മറുപുറത്തു നിന്നും മറുപടിയൊന്നും ഉണ്ടായതുമില്ല. സമാധാനമില്ലാതെ അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി. വിവരം അന്വേഷിച്ചപ്പോൾ മകന് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞു. വൈകാതെ മകൻ പോയി എന്ന സങ്കട വാർത്തയും എത്തി. കുടുംബത്തിന്റെ ഏക അത്താണിയായ അവൻ ഒരു പാവമായിരുന്നുവെന്ന് പറഞ്ഞ് വിലപിക്കുന്ന പിതാവിനെ ആശ്വസിപ്പിക്കാൻ പലരും പാടുപെട്ടു. മകന്റെ മരണത്തിൽ നീതി കിട്ടണമെന്നും ആ പിതാവ് ആവശ്യപ്പെടുന്നു. അവനില്ലാതെ ഇനി എങ്ങനെ കഴിയുമെന്ന് പറഞ്ഞ് തൊട്ടപ്പുറത്ത് മാതാവുമുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഇരയാണ് ആദിൽ ഹുസൈൻ ഷായും. കൊല്ലപ്പെട്ടവരിലെ ഏക മുസ്ലിമും കശ്മീരിൽ നിന്നുള്ള ഏക വ്യക്തിയും. പ്രദേശത്ത് വരുന്ന ടൂറിസ്റ്റുകൾക്ക് കുതിരസവാരി നടത്തിയായിരുന്നു ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നത്. കൊല്ലപ്പെടുന്ന അന്നും പതിവ് പോലെ രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങിയതാണ്. ആദിലിന് സ്വന്തമായി കുതിര ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം സവാരി നടത്തിയാൽ 400-500 രൂപയാണ് അവർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടായിരുന്നു അവൻ കുടുംബം പോറ്റിയിരുന്നത്. കുതിരപ്പുറത്ത് വിനോദസഞ്ചാരികളെ കയറ്റിക്കൊണ്ടു പോകുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. തന്റെ കുതിരപ്പുറത്തെത്തിയിരുന്ന യാത്രക്കാരെ വെടിവെച്ച് കൊല്ലാൻ തുനിഞ്ഞപ്പോൾ തോക്ക് തട്ടിയെടുക്കാൻ ശ്രമിച്ചതായിരുന്നു ആദിൽ. അതോടെ ആദിലിനു നേരെ വെടിയുതിർത്തു. അങ്ങനെ തന്റെ കുതിരയിൽ കയറിയവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ അയാൾ സ്വയം രക്തസാക്ഷിയായി മാറി. പേരും കലീമയും ചൊല്ലിയാൽ രക്ഷപ്പെടാമായിരുന്ന അദ്ദേഹം എന്തിനാണ് ഈ പാവങ്ങളെ കൊല്ലുന്നതെന്ന് ചോദിച്ചാണ് തീവ്രവാദികളെ പ്രകോപിപ്പിച്ചത്. ബൈസരണിയിൽ നിന്നും 35 കിലോമീറ്റർ അപ്പുറത്ത് ഹപ്പത്നാറിലെ ഒറ്റനില വീട്ടിലാണ് ആദിൽ കഴിഞ്ഞിരുന്നത്. ഭാര്യയും മാതാപിതാക്കളും 5 ഇളയ സഹോദരങ്ങളും ഉൾപ്പെടുന്ന നിർധന കുടുംബം. ആ കുടുംബത്താകെ തോളിലേറ്റിരുന്ന 29-കാരനെ കുറിച്ചായിരുന്നു ഈ ഗ്രാമങ്ങളിലെ മുഴുവൻ ആളുകളുടെ സംസാരം. അവിടെ ഖബറടക്ക ചടങ്ങുകൾക്കായി മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള നേരിട്ടെത്തുകയും ചെയ്തു. ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച അദ്ദേഹം ആദിലിന്റെ കുടുംബത്തിന് പൂർണ്ണ പിന്തുണയും സഹായവും വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു. ധീരനായിരുന്നു ആദിൽ. വിനോദസഞ്ചാരികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അദ്ദേഹം മരിച്ചത്. ഭീകരരിൽ നിന്നും ഒരാളുടെ തോക്ക് തട്ടിയെടുക്കാൻ പോലും അയാൾ ശ്രമിച്ചതായി കേട്ടു. അതോടെ ആദിലിനെ ലക്ഷ്യം വെച്ച് വെടിയുതിർക്കുകയായിരുന്നു ഒമർ അബ്ദുള്ള വ്യക്തമാക്കി. ആദിലിന്റെ അസാധാരണമായ ധൈര്യവും ത്യാഗവും എന്നെന്നും ഓർമ്മിക്കപ്പെടണമെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമങ്ങളിലൂടെ കുറിച്ചു. കഴുത്തിലും തോളിലുമായി 3 വെടിയുണ്ടകൾ ആദിലിന്റെ ശരീരത്തുണ്ടായിരുന്നു.